ഹേ ഗായ്സ്, ഇത് ഞാൻ മുന്നേ സോളോ ഡേറ്റ് പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ മൂഡൊക്കെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പുറത്ത് പോകാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫോറം മാളിലേക്ക് പോയി. ഫോറം മാളിലാണ് ഞാനിപ്പോൾ അധികം പോവാറ്. ഇപ്പോൾ ഫ്രണ്ട്സ് വന്നാലും ഫാമിലി വന്നാലൊക്കെ ഞാൻ അവിടെ തന്നെയായിട്ട് പോവാറ്. അപ്പം ഞാൻ ചെന്നിട്ട് ഞാൻ നേരെ ലെൻസ് കാർട്ടിൽ കയറി. കാരണം എൻ്റെ ഇപ്പുറത്തെ കണ്ണിനും എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഒരു കണ്ണിനായിരുന്നു പ്രോബ്ലം ഉണ്ടായത്. അപ്പോൾ ആ കണ്ണ് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു എന്നോട് സ്പെക്സ് എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ഓക്കെ ഒക്കെ പറഞ്ഞു. കാരണം എനിക്ക് നെക്സ്റ്റ് ഇയർ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ഷോപ്പിൽ പോയി. കാരണം എൻ്റെ മൊബൈലിൻ്റെ ഫ്രണ്ടിലെ സ്ക്രീൻ ഗാർഡ് പൊട്ടിയായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആൾ എനിക്ക് കുറേ ക്യൂട്ട് ഫോൺ കവേഴ്സൊക്കെ കാണിച്ചു തന്നു. പക്ഷേ ഞാൻ ഒന്നും വാങ്ങിയില്ല. കാരണം ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ വാച്ച് എനിക്ക് ഗിഫ്റ്റ് കിട്ടി. എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്ന വാച്ച് ഉണ്ടായി. പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടായി. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോയി. കാരണം ഞാൻ മുന്നേ ഒരു ഡ്രസ്സ് നോക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട്. ആക്ച്വലി എനിക്ക് സ്റ്റുഡിയോയിലെ ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവിടുത്തെ എല്ലാവരും ഇടുന്ന ചില ഡ്രസ്സുകളുണ്ടല്ലോ, അതെനിക്ക് വാങ്ങിക്കാൻ ഭയങ്കര മടിയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ഒരു ഫ്രോക്ക് വാങ്ങിയിട്ട് എല്ലാവരും എനിക്ക് റീൽസ് അയച്ചില്ല, ഇത് നിൻ്റെ ഫ്രോക്കല്ലേ എന്ന് ചോദിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഡ്രസ്സ് അവിടെ നിന്ന് എടുക്കാറില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കളക്ഷൻസൊക്കെ. അപ്പം ഞാൻ ഇപ്രാവശ്യം ചെന്നപ്പോൾ ഞാനിങ്ങനെ നോക്കി എന്തെങ്കിലും റെയർ പീസ് ഉണ്ടോയെന്ന്. പക്ഷേ എന്നിട്ട് ഞാനൊരു ടോപ്പ് എടുത്തു. പിന്നെ ഞാൻ ഒന്ന് രണ്ട് വേറെ കുറച്ച് സാധനങ്ങളും എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ടയേർഡായി. ഞാൻ വിചാരിച്ചു എന്നാൽ ഫുഡ് കഴിക്കാൻ മെക്ഡൊണാൾഡ്സിലായിരുന്നു പോയിണ്ടായത്. അപ്പോൾ ഞാൻ മെക്ഡൊണാൾഡ്സ് പോയിട്ട് നല്ലൊരു സ്പൈസി കൊറിയൻ ബർഗറും പിന്നെ ഒരു കോക്കും ഒക്കെ ഓർഡർ ചെയ്തു. അത് കഴിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ മെക്ഡൊണാൾഡ്സിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ. അതിന് മുന്നേ സോളോ ഡേറ്റ് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ മെക്ഡൊണാൾഡ്സിലൊന്നും പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു മടിയൊക്കെ എനിക്കുണ്ടായി. പിന്നെ ഞാൻ ആ ലാസ്റ്റ് എൻഡിൽ നല്ല കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോയി. എനിക്ക് എപ്പോഴും നല്ല വെളിച്ചുള്ള സ്ഥലം ഇഷ്ടം. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ ആ ഇരുന്ന സമയത്ത് കുറേ കുട്ടികൾ അവിടുത്തെ മറ്റേ ആ സ്റ്റാച്യൂവിൻ്റെ നോക്കിയിട്ട് കുറേ അവിടെ നിന്ന് കുറേ ഇതൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നു. അതിൻ്റെ ഇടയിലേക്ക് ഒരു കോളൊക്കെ വന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എനിക്കിഷ്ടപ്പെട്ടു. കൊറിയൻ അത്ര സൂപ്പറാണെന്നൊന്നും പറയാനില്ല, ബട്ട് ഇറ്റ്സ് ഗുഡ്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ കുറച്ച് നേരം കൂടി ടൈം സ്പെൻഡ് ചെയ്ത് ഗെയിംസിൻ്റെ അവിടെയൊക്കെ പോയിട്ട് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.